എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സെലിബ്രേറ്റ് ചെയ്യും? ഞാൻ അങ്ങനെ വലിയ സെലിബ്രേഷനെ കുറിച്ചല്ല പറയണേ. പക്ഷേ എന്താ പറയുക, നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളറിയാതെ പോലും ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളെല്ലാവരുടെയും വീടുകളിൽ ചെയ്യുന്ന സാധാ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ വർക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ 14 ഇഞ്ച് ഹൂപ്പിൽ ഇത്രയും പോർട്രേറ്റ്സ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാനുണ്ടോ? കണ്ടോ? 8 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്. ഇത് ഇത്രയും പോർട്രേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. നമ്മൾ ഒരുപാട് പോർട്രേറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ കണ്ടിട്ട് ഡൗട്ട്സുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോഴാണ് എനിക്കത് സൗകര്യം, ബാക്കിയുള്ളവർക്കും അതാണ് ഹെൽപ്ഫുൾ ആവുക. അപ്പം വുമൻസ് ഡേനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റൂട്ടിലായിരിക്കില്ല അത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് മെൻ്റലി ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ ഇത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഒന്നിനും പറ്റണില്ലല്ലോ എന്ന് വിചാരിക്കും. ഇത്ര മാത്രം ചിന്തിക്കുക, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നിക്കണം. നമുക്ക് മനസ്സിന് ഉള്ളിൽ നമ്മൾ വെറുതെ ഇരുന്നു എന്ന് കുറേ സമയം കളഞ്ഞു അങ്ങനെ തോന്നാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ തോന്നും, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഇപ്പോൾ സാരയ്ക്ക് 1 ഇയർ ആയപ്പോൾ തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പം ആദ്യം കാലങ്ങളിൽ എനിക്കും മാസത്തിൽ ചിലപ്പോൾ 2 or 3 ഓർഡേഴ്സ് വന്നിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റണമെന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് വർക്കുകളെ കിട്ടുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയണത്, അപ്പോൾ ധൈര്യമായിട്ട് തുടങ്ങുക. നമ്മുടെ വർക്ക് പതുക്കെ പതുക്കെ ഫിനിഷിങ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർഡേഴ്സ് കുറേ പേര് ചോദിക്കും. റേറ്റ് കാൽക്കുലേഷൻ അതിനനുസരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പ്രൈസ് ഇടുക. അപ്പോൾ പതുക്കെ പതുക്കെ അതൊക്കെ പതുക്കെ സെറ്റ് ആയിക്കോളും. ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനകത്തൊരു ഡ്രീം, നമുക്കിത് ചെയ്യണം. ആ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സമയമൊക്കെ തന്നെ ഉണ്ടായിക്കോളും. ഇപ്പോൾ സമയം ആരും നമുക്കായിട്ട് തരില്ല. ഇപ്പോൾ നീ ഇത് ചെയ്തോ എന്നാരും പറയില്ല. നമ്മളായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് തുടങ്ങാം. അപ്പോൾ അത് തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഗ്രാജുവലി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മൾ സക്സസ് ആയി തുടങ്ങുമ്പോൾ അവർക്ക് തോന്നും വെറുതെ എല്ലാ സമയം കളയുന്നേ എന്നുള്ളത് തോന്നും. നമ്മൾ പതുക്കെ പതുക്കെ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ. അല്ലാതെ നമ്മളത് വരുമാനമായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്ന ആളല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് നമുക്കൊരു ഉള്ളിലൊരു സന്തോഷമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് നമ്മുടെ പാഷൻസ് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് നോക്കൂ. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ വുമൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്ന് കൊച്ചിൻ്റെയും വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ മാത്രം ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പാഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഒരു ദിവസം ഒരു 1 hour എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ള ഒരു കാര്യം, കുറച്ച് കുഞ്ഞു കാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്തു തുടങ്ങുക. അപ്പോൾ ഒരു 1 hourൽ നമ്മളിപ്പോൾ ഒരു കവിത എഴുതാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ കവിത എഴുതി വെക്കാം. പിന്നീട് നമുക്കത് ഗ്രാജുവലി എന്ത് ചെയ്യും, നമുക്ക് മനസ്സിന് സന്തോഷം തരും. നമ്മളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ കുഞ്ഞിലേ തുടങ്ങുക, കുഞ്ഞിതായിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്കത് ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമല്ലോ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും, കൂടുതൽ ചെയ്യും. അപ്പോൾ എല്ലാ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന അമ്മമാരോടും ഫ്രീ ആയിട്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാഷൻസ് കുഞ്ഞിതുണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങുക. നിങ്ങൾക്കിപ്പോൾ വലിയ ബിസിനസ് തന്നെ ആദ്യം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, നമുക്ക് മക്കൾ മാത്രമേ ഉള്ളൂ, മക്കളെ നോക്കണം, മക്കളെ നോക്കിക്കോട്ടെ, അവർ ഉറങ്ങൂല കുറച്ച് നേരമൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തെങ്കിലും കുറച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറച്ച് നിങ്ങൾ ചെയ്യുക. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പതുക്കെ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായിട്ട് മാറും. അപ്പോൾ ഈ വുമൻസ് ഡേയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ തുടർന്ന് ബാക്കിയുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള, പാക്കിങ് മീൻസ് ഇത് ഗ്ലാസ് ഫ്രെയിം ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ പണിയുണ്ടല്ലോ, അത് ഫിനിഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ.